ഹായ്, 4.5 കിലോ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി 3 കുടം, ഇഞ്ചി 5-6 എണ്ണം, പച്ചമുളക് 5-6 എണ്ണം, തക്കാളി 3, സവാള തോല് കളഞ്ഞ് വെച്ചത് 7 എണ്ണം, ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: ഉപ്പ്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. സവോള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും നന്നായി വഴന്ന് വരണം. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ,
മല്ലിപ്പൊടി 4 സ്പൂൺ, തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലകൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമോ തേങ്ങാപ്പാലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് വെള്ളം ഒഴിക്കാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് അടി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ഇപ്പോൾ അത് ചിക്കനിൽ നിന്നുള്ള വെള്ളം കുറേശ്ശെ ഇറങ്ങുന്നുണ്ട്. മൂടി വെച്ചു. അപ്പം അത്യാവശ്യം വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ചിക്കനിൽ വെള്ളം ആയിരിക്കണു. ഇനി ഇതിങ്ങനെ കിടന്ന് വേവട്ടെ. ഇനി നമ്മൾ ഇടയ്ക്ക് ഇളക്കില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.